ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൽ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ കോച്ചായിട്ട് ഉപയോഗിക്കുന്നത് ഡെഷാംസിനെയാണ്, ഫ്രാൻസിൻ്റെ ലോങ് ബോൾ കൗണ്ടർ. നമ്മുടെ ഗ്രീസ്മാൻ്റെ ഒക്കെ ഒപ്പം കിട്ടിയാണ്. പിന്നെ ഫോർമേഷൻ എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും, 4-2-2-2 ആണ്. അപ്പോൾ നമുക്ക് നേരെ സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് പോവാം. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ കീപ്പറിൽ തുടങ്ങുക. കീപ്പറിലേക്ക് ഇതുവരെയൊക്കെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കീപ്പറായിട്ടുള്ള തോന്നിയ തന്നെയാണ് ഉനൈ സിമോണാണ്, സ്പെയിനിൻ്റെ പെഡ കീപ്പർ എന്ന് പറഞ്ഞാൽ പെഡ കീപ്പറാണ്. അടുത്തായിട്ട് 2 സെൻറ്റർ ബാക്ക് പോവാം. സെൻറ്റർ ബാക്കിന് ഞാൻ ബെക്കംബറിനെയാണ് യൂസ് ചെയ്യണത്, ഒരു സെൻറ്റർ ബാക്ക്. പിന്നെ നമ്മുടെ ടോണി ആദംസിനെ അടുത്ത സെൻറ്റർ ബാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 202 ആട്ടാ. പിന്നെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും. ലെഫ്റ്റ് ബാക്ക് നമുക്ക് എല്ലാവർക്കും അറിയണം എന്നെ, കോസ്റ്റ് കേട്ടാ. ഇതിനെ മറികടന്ന് പോകാൻ കുറച്ച് പാടാണ് ഗൈസ്. പിന്നെ റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുന്നത് ബെല്ലറ്റിനെയാണ്. ബെല്ലറ്റിനെ ഇപ്പോൾ ഡേവിഡ് വിയയുടെയൊക്കെ ഒരു ബാക്കി വന്നില്ലേ, അതിൻ്റെ ഒപ്പം കിട്ടിയാണ്, കോൺട്രാക്റ്റ് കൊടുത്തെടുക്കണേ, അതിൽ കിട്ടിയാണ്. പിന്നെ ഒരെണ്ണം ഞാൻ DMFും CMFും ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണേ മിഡിൽ. ഒരു DMF എന്ന് പറഞ്ഞാൽ എൻഗോളോ കാണ്ടെ, ഫ്രാൻസിൻ്റെ പെഡാണ് ഗൈസ്. നിങ്ങൾക്ക് ഡെയിലി ഗെയിമിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ അറിയില്ല, പക്ഷെ വാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കയറില്ല, മാച്ചപ്പ് പിടിച്ചമർത്തി കഴിഞ്ഞാൽ കയറില്ല, കുറച്ച് പാടുപെടും ഒപ്പോണൻ്റ് ഗോളടിക്കാൻ. പിന്നെ നമ്മുടെ അടുത്ത ഒരു CMF ആണ്, അത് ഞാൻ നമ്മുടെ ഗുട്ടിനെയാണ് യൂസ് ചെയ്യുന്നത്, റയൽ മാഡ്രിഡ്. പിന്നെ മിഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 AMF ആണ്. അതിൽ നമ്മുടെ ഗ്രീസ്മാൻ ഉണ്ടല്ലോ, ഗ്രീസ്മാൻ അവിടെ പോയി, ഓക്കെ, ഗ്രീസ്മാനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 105 പോട്ടാ റേറ്റിംഗ്. പിന്നെ നമ്മുടെ ബാർസയുടെ ഒരു ചെക്കുണ്ടായിരുന്നല്ലോ, റിവാൾഡോ. ഓക്കെ, ഇതാണ് നമ്മുടെ മിഡ് വരുന്നത്, ഗ്രീസ്മാനും റിവാൾഡോയും. റിവാൾഡോ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് അടിച്ച് കയറ്റാൻ സീനാണ്. ഗ്രീസ്മാനും അതേപോലെ തന്നെ. നമ്മളിപ്പോൾ ഗ്രീസ്മാന് സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്, ലോങ് റേഞ്ചിൻ്റെ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങിൻ്റെ സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി അടിക്കും. പിന്നെ നല്ല സ്പീഡുള്ള പ്ലെയർ തന്നെയാണ് ഗ്രീസ്മാന്. പിന്നെ നമ്മൾ 2 CF ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടോറസിനെ, നമ്മുടെ 500 പോയിൻ്റ് ടോറസിനെ, പിന്നെ പിസാറോനെയാണ്. പിസാറോ ഒരു നമ്മുടെ ഡീപ്പ് ലൈൻ ഫോർവേഡൊക്കെ പോലെ കളിക്കുക, പക്ഷേ അയാളുടെ പൊസിഷൻ ഇത് ഏതാണെന്ന് വെച്ചാൽ പൗച്ചറാണ്. പക്ഷേ ഡീപ്പ് ലൈൻ ഫോർവേഡൊക്കെ പോലെ നമുക്ക് കളിക്കാം, പക്ഷെ ഓടി കയറൊക്കെ ചെയ്യും കേട്ടോ. പെട പ്ലെയർ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ വെച്ച്. അപ്പോൾ ഗൈസ്, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സബിൽ ഉള്ള ആൾക്കാരാണ്. സബിൽ നമ്മുടെ ഡിഡിയർ ഡ്രോഗ്ബനെയാണ് ഇറക്കാറ്. അതായത് ഇപ്പോൾ നമ്മൾ പൊട്ടി നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഞാൻ ഇതിനെ വിങ്ങിലെടുത്തിടും. എന്നിട്ട് നമ്മുടെ ലമീൻ യമാലൊക്കെ ഉണ്ടല്ലോ, ലമീൻ യമാല അല്ലെങ്കിൽ ഈ ഒരുക്കെ പ്ലെയറൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇട്ടിട്ട് നല്ല എഡ്ജഡ് ക്രോസിങ് ചെയ്യുമ്പോൾ ഗോളൊക്കെ അടിച്ചു തരാറുണ്ട് ഡ്രോഗ്ബ. അപ്പോൾ നമ്മൾ സബിൽ ഡ്രോഗ്ബനെയും, ഇതിൻ്റെ പേര് മുട്ടോ അങ്ങനെ എന്തോ ആണ്, ഏതോ ചൈനീസിൻ്റെ ഏതോ പ്ലെയർ കേട്ടോ, പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എനിക്ക് കറക്കിയപ്പോൾ കിട്ടിയാണ്. പിന്നെ നമ്മുടെ നെയ്മർ ജൂനിയറിനെയാണ് അടുത്തതായിട്ട് ഞാൻ ഉപയോഗിക്കണേ. 1800 കോയിന് കൊടുത്തെടുത്താണ്. അടുത്തായിട്ട് നമ്മുടെ വെൻഡർവാട്ട്, നെതർലാൻഡ്സ്. ഇതാണ് പിൻ പോയിൻറ്റ് ക്രോസിങ്. അപ്പോൾ നമ്മുടെ ഡ്രോഗ്ബോടൊപ്പം ഇത് കളിക്കാൻ പെഡാണ്. ഗ്രീസ്മാനെ ഞാൻ എടുത്ത് ഇങ്ങോട്ടിടും, അല്ലെങ്കിൽ ഗ്രീസ്മാനെ അപ്പുറത്ത് ഇട്ടിട്ട് റിവാൾഡോനെ ഇങ്ങോട്ടിട്ട് ഇതിനെ ഇറക്കിയിട്ട് എഡ്ജഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോഗ്ബ അടിച്ച് തരും, അത് ഉറപ്പാണ്. അപ്പോൾ പെഡ സാധനമാണ് വെൻഡർവാട്ട്. അടുത്ത നമുക്ക് നമ്മുടെ വിനീഷ്യസിനെ CF ഒക്കെ കളിപ്പിക്കാറുണ്ട് കേട്ടോ. വിനീഷ്യസിനെ നമുക്ക് കുറച്ച് മുകളിലേക്കിടാം. വിനീഷ്യസിനെ ഇപ്പോൾ മൊത്തം CF ആണ് കളിപ്പിക്കാറ്. പിന്നെ നമ്മുടെ ലമീൻ യമാൽ ആൻഡ് വിനീഷ്യസ്, യെസ് ഗൈസ്. പിന്നെ നമ്മുടെ മറന്നുപോയി, ബെല്ലിംഗം. പിന്നെ ബെല്ലിംഗം KDB, ഡാനിയൽ മല്ല, കെവിൻ ഡി ബ്രൂണും ബെല്ലിംഗവും ബെസ്റ്റ് കോമ്പാണ്. ഇവർ രണ്ടാളും ഫോം ഔട്ട് ആകുമ്പോൾ ഞാൻ ഇതിനെ രണ്ടാളാണ് ഇറക്കാറ്. AMFിലും പെടയാണ്, പിന്നെ ബെല്ലിംഗം CMFിലും പെടയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കണത്
കാണാനില്ലല്ലോ. ഓക്കെ, വാൻഡേക്കിനാണ്. വാൻഡേക്കിനുണ്ട്. വാൻഡേക്കാണ് ഒരു സെൻറ്റർ ബാക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുക സബിൽ. പിന്നെ നമ്മുടെ ബാസ്റ്റണി. പിന്നെ നമ്മൾ ഉപയോഗിക്കണത് നമ്മുടെ എംബാപ്പയാണ്. മോളിക്ക് പോകണില്ലല്ലോ. എംബാപ്പയും പിന്നെ ഒരാളും കൂടെ വേണം. അത് നമ്മൾ ഇഷ്ടമുള്ളതാണ് കേട്ടോ എടുക്കാറ്. ഇപ്പം തൽക്കാലം ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇറക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ല ഓട്ടാണ് കേട്ടോ. പാസ് ഇട്ട് കൊടുത്താൽ നന്നായി ഓടിക്കയറും. അതുകൊണ്ടാണ് ഞാൻ ഇതിനിട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമൊക്കെ തന്നെ കേട്ടോ. സബിൽ ഇതൊക്കെയാണ് വരുന്നത്. ലാമിൻ യമാലിനെ ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ട് മിഡ് കളിപ്പിക്കാറുണ്ട്. ലാമിൻ യമാൽ നല്ല ഡ്രിബ്ലിംഗ് ഒക്കെയാണ്. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഞാൻ AMF ആയിട്ടാണ് റിവാൾഡോനെയാണ് യൂസ് ചെയ്യുന്നത്. റിവാൾഡോനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. മൊത്തം 3155 വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ടീം. അപ്പോൾ നമ്മുടെ മണ്ടേത്തെ പാക്കൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കോയിനൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കിക്കോ. പീറ്റർ ചെക്കാണ്, അടിപൊളി പീറ്റർ ചെക്കൊക്കെയാണ് എന്നാണ് കേട്ടത്. നല്ല സ്റ്റാറ്റ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ 90ൻ്റെ മുകളിൽ പോകും കേട്ടോ. ചിലപ്പോൾ 101 ആവും. ഇവിടെ സാധനമാണ്. നിങ്ങൾക്ക് കോയിനൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. വൈസ് അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.